നമ്മുടെ ഈ പെട്ടി സംഭവത്തിൽ ഈ ചെറുപ്പക്കാരായുള്ള നേതാക്കൾ കുറച്ചൊരു ആവേശം കൂടുതലുണ്ടായെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ഇല്ല, ചെറുപ്പക്കാർക്ക് ആവേശം വേണമല്ലോ. കുറച്ച് അബദ്ധമായി പോയി ആവേശം. ഏത് കാര്യമാണ്? നമ്മുടെ പെട്ടി പരിശോധനയ്ക്കായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് UDF ഒന്നും പറഞ്ഞു കണ്ടില്ല, താങ്കളും പറഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ അടക്കം കാറ് പരിശോധിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. ഞാൻ നിയമത്തിന് അതീതനല്ല. പക്ഷെ ഞങ്ങളുടെ മാത്രം പരിശോധിച്ചു. പിന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പെരുമാറിയത്. ഒരു ലൈറ്റ് ഉണ്ട്, ആ ഉദ്യോഗസ്ഥൻ ആ ലൈറ്റ് കൊണ്ട് ആക്ഷൻ കാണിച്ച് ഷാഫി പറമ്പലിനോട് കാറിൽ നിന്ന് ഇറങ്ങാൻ പറയും. എന്നിട്ട് താൻ ആ ഡിക്കി തുറക്കണമെന്ന് പറയും ഷാഫി പറമ്പലിനോട്. അല്ല, MP അല്ലേ. അത് താൻ ആ പെട്ടി എടുത്ത് പുറത്ത് വയ്ക്കാൻ പറയും. അത് താൻ ആ പെട്ടി തുറക്കണമെന്ന് പറയും ഷാഫി പറമ്പലിനോട്. അപ്പം മനഃപൂർവ്വം അല്ലാതെയും ചെയ്യാമല്ലോ. ഞാൻ എൻ്റെ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഇല്ല, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞു. അവർ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങി നിന്ന് ഞാൻ സഹായിച്ചു കൊടുക്കും പരിശോധനയ്ക്ക്. പക്ഷെ ഇതല്ല, ഞങ്ങളുടെ ആളുകളെ മാത്രം, ഞങ്ങളുടെ നേതാക്കളെ. കാരണം അവർ ടാർഗറ്റാണ് ഈ ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും. കാര്യം അറിയാല്ല, പഴയ പെട്ടി പാളിപ്പോയതാ. പാലക്കാടത്തെ പഴയ പെട്ടി പാളിപ്പോയതാ. അപ്പോൾ ഇവിടെയെങ്കിലും ഒന്ന് ശരിയാവാന്ന് നോക്കിയിട്ടൊന്ന് ഇറങ്ങിയതാ. അവരങ്ങനെ പ്രകോപിതരായില്ല. അവരെന്താ പറഞ്ഞത്? ഞങ്ങളെ മാത്രമായിട്ട് ഇത് ചെയ്യരുത്, മറ്റവരെ ചെയ്യണം, ഈ പണി വേണ്ട. അപ്പോൾ വീണ്ടും സൂചിപ്പിക്കാൻ ചെന്ന്. അങ്ങനെയല്ലേ? അപ്പോൾ അവരെ സൂചിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. ചെറുപ്പക്കാരല്ലേ. ഇപ്പം ഞാൻ പോലും പ്രതികരിക്കുന്ന പോലെ അവർക്ക് പ്രതികരിക്കാൻ പറ്റും. അവരെ അവമാനിക്കുന്ന പോലെ തോന്നി. അവരെ അവമാനിച്ചു, മനഃപൂർവ്വമായിട്ട് ചെയ്താണ്. ടാർഗറ്റ് ചെയ്ത് പിടിച്ച അവിടെ കിട്ടാത്ത പിറ്റീന്ന് ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ട് വന്നാണ്.